ഇപ്പൊ നേരത്തെ ഒരു കുട്ടി പറഞ്ഞു നേരത്തെ പഠിച്ചു തുടങ്ങാമായിരുന്നു എന്ന്. ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് എഴുതാൻ പറ്റിയില്ല. കറക്റ്റ് ഞങ്ങൾ ഷെഡ്യൂൾ തരും, ടീച്ചേഴ്സിന്റെ ഡയറക്റ്റ് ഡൗട്ട് ക്ലിയറൻസിന്റെ പ്രീമിയം മെന്റർഷിപ്പ്. സോ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് തന്നെയാണ് കേട്ടോ. ഹേ ഗേൾസ്, സോ എല്ലാവരുടെയും ഓൺ എക്സാം ഒക്കെ കഴിഞ്ഞു അല്ലെ? ഓൺ എക്സാമിൽ മാത്സ് കഴിഞ്ഞ സമയത്ത് ഒരുപാട് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 3 കുട്ടികളുടെ ജസ്റ്റ് റാൻഡ് ആയിട്ട് ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചതാണ് ഇത്. അതായത് ഇവർക്ക് അറിയാം, ഇവർ തലേന്ന് കണ്ട ലൈവിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എന്നാണ് വന്നതെന്ന് ഇവർക്ക് മനസ്സിലായി. പക്ഷെ ഇവർക്ക് എഴുതാൻ പറ്റിയില്ല. ഇവർ എഴുതി കഴിഞ്ഞപ്പോൾ അവർ സ്റ്റെക്കായി പോയി. അവർക്ക് എഴുതാൻ പറ്റിയതേ ഇല്ല. ഓർമ്മയുണ്ട്, തലേന്ന് മിസ് പറഞ്ഞിട്ടുണ്ടല്ലോ, പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർമ്മയുണ്ട്. പക്ഷെ അവിടെ അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രശ്നം. അതായത് മിസ് എക്സാം ടഫ് ആയിരുന്നു, കുറച്ച് നേരത്തെ പഠിച്ചു തുടങ്ങിയായിരുന്നു, മിസ് പറഞ്ഞതൊക്കെ വന്നു, പക്ഷെ എഴുതിയപ്പോൾ തെറ്റിപ്പോയി. മിസ്സേ ഞങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എഴുതാൻ പറ്റിയില്ല. ഇതാണ് പ്രശ്നം. ഇങ്ങനെ നിങ്ങൾക്കും പ്രശ്നം, ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എങ്കിൽ, തലേന്ന് കണ്ട ലൈവിൽ പറഞ്ഞൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ അവിടെ പോയിട്ട് എക്സാമിന് എഴുതാൻ പറ്റിയിട്ടില്ല എങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. സോ ഈ ഒരു പ്രശ്നത്തിലുള്ള സൊല്യൂഷൻ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഒന്നുമല്ലടാ, നമ്മളുടെ സ്വന്തം എജ്യൂപോർട്ടിന്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തിനാ മിസ് എജ്യൂപോർട്ടിൽ തന്നെ ഞങ്ങൾ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിന് വരണം, എന്തിനു വേണം ഈ ഒരു ബാച്ച്, എന്താണ് ഇതുകൊണ്ടുള്ള ഞങ്ങൾക്കുള്ള ഉപകാരം എന്നുള്ളത്? എടാ സത്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇനി ബാക്കിയുള്ളത് എന്ന് പറയുന്നത് ഒരുപാടൊന്നും നിങ്ങളുടെ മുന്നിലില്ല. ഇപ്പൊ നോക്കൂ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, 6 മാസമാണ് എൻ്റെ മക്കളുടെ മുന്നിൽ ബാക്കിയുള്ളത്. ഈ 6 മാസത്തിലുമൊക്കെ ക്രിസ്മസ് എക്സാം വരാനുണ്ട്, ആനുവൽ എക്സാം ഒക്കെ നിങ്ങൾക്ക് വരാനുണ്ട്. ആൻഡ് ഓൾസോ മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, തലേ കൊല്ലം അതായത് ഇതിന്റെ 6ാം ക്ലാസ്സിൽ നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ 7ാം ക്ലാസ് കുറച്ച് ടഫ് തന്നെയാണ്. അപ്പൊ ഈ ഒരു 7ാം ക്ലാസ് നിങ്ങളൊന്ന് ബേസിസ് ക്ലിയർ ആക്കിയില്ലെങ്കിൽ ഇനി മുന്നോട്ട് വരുന്ന കൊല്ലങ്ങളൊക്കെ നിങ്ങൾക്ക് വലിയ പണിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ ഈ ഒരു 6 മാസത്തിൽ നിങ്ങൾക്ക് കുറേ പരിപാടികൾ, അതായത് നിങ്ങളുടെ ടൂർ ആയിക്കോട്ടെ, നമ്മളുടെ ക്രിസ്മസ് പരിപാടി, മറ്റേ പരിപാടി, കലോത്സവം, അങ്ങനെ തുടങ്ങി കുറേ പരിപാടികളും എൻ്റെ മക്കളുടെ മുന്നിലുണ്ട്. സോ ഈ ഒരു സമയം കൊണ്ട് നിങ്ങളുടെ മൊത്തം സിലബസ് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിന്റെ കൂടെ എന്നുള്ളതാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. സോ ഈ ഒരു ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഇതിന്റെ പ്രത്യേകത ഞാൻ പറയാം, മെന്റർ തന്നെയാണ് കേട്ടോ. ഒന്നാമത്തെ മെന്റർ തന്നെയായിരിക്കും. ബിക്കോസ് ഞങ്ങളുടെ ബാക്കിയുള്ള ഏതൊരു പ്ലാറ്റ്ഫോം എടുത്തു നോക്കിയാലും അവിടെ ഒന്നുമില്ലാത്ത ഞങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു മെന്റർഷിപ്പ് തന്നെയാണ്. അതും നിങ്ങൾക്ക് പ്രീമിയം മെന്റർഷിപ്പ് ആണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത്. അതായത് ഇവിടെ ജോയിൻ ചെയ്താൽ ബാക്കിയുള്ള എല്ലാ ആനുവൽ ഏതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും കുട്ടികൾ ഇവിടെ ജോയിൻ ചെയ്യാൻ ഏറ്റവും പേടി തോന്നൽ എന്ന് പറയുന്നത്, ജോയിൻ ചെയ്യും പിന്നെ അതിന്റെ ബാക്കി ഫോളോ ചെയ്യാൻ ആർക്കും പറ്റാറില്ല. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 2 ദിവസം ക്ലാസ് കേൾക്കും, പിന്നെ എന്നാ പോട്ടെ, ഇതൊന്നും നമ്മളെ കൊണ്ട് നടക്കൂല എന്നുള്ള ആ ഒരു രീതിയാണ്. അതാണ് പാരന്റ്സിന്റെയും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇവർ ജോയിൻ ചെയ്തിട്ട് ഇവർ ക്ലാസ് കേൾക്കുമോ എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ മെന്റേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളുടെ ബാക്കിൽ കൂടിയിട്ടില്ലെങ്കിലും ഞങ്ങളെ മെന്റേഴ്സ് നിങ്ങളെ ബാക്കിൽ കൂടണം. ബാക്കിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു ചോദിക്കും, പഠിച്ചിട്ടുണ്ടോ? എല്ലാ 2 ആഴ്ച കൂടുമ്പോൾ ഇവർ വിളിക്കും, ഹലോ പഠിച്ചിട്ടില്ലേ, പഠിച്ചിട്ടുണ്ടോ, ഇത് അറ്റൻഡ് ചെയ്തോ, അത് അറ്റൻഡ് ചെയ്തോ, ഇത് പഠിച്ചു കഴിഞ്ഞോ, ഇത് ആക്കിയോ എന്ന് ചോദിച്ചിട്ട് ബാക്കിൽ കൂടും. ഇനിയിപ്പോ അല്ല വാട്സപ്പിലും ഇവരുണ്ടാവും. അങ്ങനെ നിങ്ങളുടെ ബാക്കിൽ കൂടി നിങ്ങളെ പഠിപ്പിക്കാനുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ മെന്റേഴ്സ് എന്ന് പറയുന്നത്. ഓൾസോ നമ്മളുടെ ക്ലാസ് എങ്ങനെയാ പോകുന്നതെന്ന് അറിയോ? നമ്മൾ ഒരു ചാപ്റ്ററിനെ കുഞ്ഞു പാർട്ടാക്കിയിട്ട്, വലിയ വീഡിയോ കാണാൻ ആർക്കും ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് തന്നെ കുഞ്ഞു പാർട്ടാക്കിയിട്ട് ചെറിയ വീഡിയോസ് ആണ് തരുന്നത്. ഒരു ദിവസം 45 മിനിറ്റ് മാത്രം ഈ എജ്യൂപോർട്ടിന്റെ കൂടെ പഠിക്കുകയാണെങ്കിൽ ഫുൾ മാർക്ക് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. സോ ഈ ഒരു 45 മിനിറ്റ് പഠിക്കാന്ന് പറഞ്ഞാൽ ചെറിയ വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുക. ഓരോ വീഡിയോന്റെ താഴെയും വീഡിയോ മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ 2 സെറ്റ് എക്സാം എഴുതും. നമ്മളുടെ MCQ എക്സാമും അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമും 2 എക്സാം എഴുതും. അതും കഴിഞ്ഞിട്ട് ഞങ്ങളൊരു റിവിഷൻ, ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ അതിന്റെ റിവിഷൻ ലൈവ് വരും. അതിലും എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ടീച്ചേഴ്സിന്റെ നമ്പർ അങ്ങോട്ട് തരും. ടീച്ചേഴ്സിന്റെ ഡയറക്റ്റ് ഡൗട്ട് ക്ലിയറൻസും ഉണ്ട്. ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. ഇത്ര മതിയോ? ഇതുമല്ല, ഇതിന്റെ പുറമേ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മൾ ഡിസംബർ 31 കൂടിയിട്ട് ഞങ്ങളുടെ മൊത്തം പോർഷൻസ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. ഡിസംബർ 31 ശേഷം നിങ്ങളെ പിരിച്ചുവിടാണോ ബൈ പറഞ്ഞിട്ട്? അല്ല കേട്ടോ. ഡിസംബർ 31 ശേഷം, അതായത് ഡിസംബറിന് ശേഷം ജാനുവരിയും ഫെബ്രുവരിയും കംപ്ലീറ്റ് റിവിഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അതായത് പഠിച്ച കാര്യം തന്നെ പിന്നെയും പറഞ്ഞ് നിങ്ങൾ ഫുള്ള് സെറ്റാക്കാനാണ് ആ 2 മാസങ്ങൾ. അതുമല്ലാതെ നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണലൈസ്ഡ് ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ വിചാരിക്കുകയാണ് ഞങ്ങൾ കറക്റ്റ് പറഞ്ഞുതരും നിങ്ങൾക്ക് ഏതാ വീഡിയോ കാണേണ്ടതെന്ന്, നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഈ വീഡിയോ കാണണം, അങ്ങനെ ഞങ്ങൾ കറക്റ്റ്
ആയിട്ട് പറഞ്ഞുതരും. പക്ഷെ വേറൊരു കുട്ടിക്ക് എന്തുണ്ട്, അങ്ങനെ കണ്ടുപോകും ഒരു കുട്ടി. മറ്റൊരു കുട്ടിക്ക് എന്താ പ്രശ്നം വെച്ചാൽ അവർക്ക് യൂണിറ്റ് ടെസ്റ്റ് എങ്ങാനും വരുന്നുണ്ട്. അപ്പൊ ഇന്ന് മുതൽ ഒരു 10 ദിവസമേ അവളുടെ അടുത്ത് ടൈമുള്ളൂ. ആ 10 ദിവസം കൊണ്ട് എന്ത് ചെയ്യണം, യൂണിറ്റ് ടെസ്റ്റിന് 3 ചാപ്റ്റേഴ്സ് ഉണ്ട്, ആ 3 ചാപ്റ്റേഴ്സ് പഠിക്കണം. അതെങ്ങനെ എജുപോർട്ടിന്റെ കൂടെ പഠിക്കും? അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ്, അതായത് നിങ്ങൾക്ക് എന്താണോ ഉള്ളത്, അത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ എത്ര ദിവസമാണോ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിലബസ് സ്പേസറും ഉണ്ട്. അപ്പൊ നോ പ്രോബ്ലം, നിങ്ങൾ ഇനി ഒറ്റയ്ക്ക് ടൈം ടേബിൾ ഉണ്ടാക്കി വെറുതെ ഇടങ്ങാറാവുകയും വേണ്ട. ഇനി അടുത്ത മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സബ്ജക്ട് വൈസ് വാട്സപ്പ് ക്ലബ് ഉണ്ട്. ഓൾസോ എന്തുണ്ട്, അൺലിമിറ്റഡ് ക്വസ്റ്റ്യൻ ബാങ്ക്. അതായത് മക്കളെ, നമ്മളുടെ പ്രാക്ടീസ് ക്വസ്റ്റിന്, അഡാപ്റ്റ് ക്വസ്റ്റിന്, അത് കഴിഞ്ഞാൽ നമ്മളുടെ PYQs, ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ഞങ്ങൾ അതിലെ PYQs ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓരോ മുൻ വർഷങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് PYQs ഡിസ്കസ് ചെയ്യും, അഡീഷണൽ ക്വസ്റ്റ്യൻസ്, അങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് വേണ്ട മൊത്തം കാര്യങ്ങൾ, അത്രയും ക്വസ്റ്റ്യൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും പരാതി പറയൂല. അതുപോലെ പേഴ്സണൽ മെന്റർ നമ്മൾ പറഞ്ഞു, ഡയറക്റ്റ് ഡൗട്ട് ക്ലിയറൻസ് വിത്ത് ടീച്ചേഴ്സ്, ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും, 3 സെറ്റ് നോട്ടും ഉണ്ടാവും, എക്സാമും ഉണ്ടാവും. ഇത് മതിയില്ലേടാ, ഇതിന്റെ പുറമെ വേറെന്തോ വേണോ? അപ്പൊ നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മിസ് ഉറപ്പ് വരെയാണ്, നിങ്ങൾ ജോയിൻ ചെയ്ത് വെറുതെ നിങ്ങളോട് വേണേ പഠിച്ചോ എന്ന് പറയുന്ന ഒരു ബാച്ച് അല്ല ഇത്. നിങ്ങളുടെ ബാക്കിൽ കൂടി നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെ ഫുൾ മാർക്കിൽ എത്തിക്കുന്ന ഒരു ബാച്ചാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സിനോടോ എജുപോർട്ടിന്റെ മക്കളോടോ ചോദിക്കാം കേട്ടോ. സോ ഈ ഒരു ബാച്ചിൽ ഇപ്പോൾ ഒരു ഓഫർ നടക്കുന്നുണ്ട്, അത് പറയാൻ വേണ്ടിയിട്ടാണ് മിസ് ആക്ച്വലി വന്നത്. ഈ ഒരു ബാച്ചിന്റെ ഇപ്പോഴത്തെ പ്രൈസ്, അതായത് കുറെ കാലമൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഈ ഒരു ഓൺ എക്സാമിൽ ഞങ്ങളുടെ കൂടെ നിന്ന മക്കൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ് ഞങ്ങളുടെ 2499 ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത്. സോ ഈ ഒരു 2499 ഈ ബാച്ച് ഓഫർ നിങ്ങൾക്ക് ജസ്റ്റ് ലോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, എന്തായാലും ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയണം, ബാച്ചിന്റെ ഈ ഒരു ഓഫർ ലോക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മക്കൾ എന്തായാലും എന്ത് ചെയ്യുക, നമ്മളുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് ഒരു രജിസ്ട്രേഷൻ ലിങ്ക് കാണാം, രജിസ്റ്റർ ചെയ്യാം കേട്ടോ. സോ നമുക്ക് ബാച്ചിൽ വെച്ച് കാണാം, ബാച്ചിൽ അടിപൊളിയാക്കാം, ഫുൾ മാർക്ക് വാങ്ങാം, ക്രിസ്മസ് എക്സാമിന് ഈ പ്രശ്നങ്ങളൊന്നും വരുത്താതിരിക്കാം. സോ ബൈ.